പിന്നെ അടുത്തത് കേട്ടോ, ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞിട്ട് 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് 1000 രൂപ പ്രതിമാസം. നല്ല കാര്യമാണ്. പല രാജ്യങ്ങളിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ 35നൊന്നും ആരും കൊടുക്കാറില്ല. 60 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും ഇപ്പം മലേഷ്യയിൽ മുതലുള്ള രാജ്യങ്ങളിലെല്ലാം അവരുടെ ബാങ്കിൽ ഇതുപോലുള്ള ഈ പിച്ചക്കാശൊന്നും അല്ല ചെല്ലുന്നേ, വലിയ തുകയാണ് ചെല്ലുന്നത്. ഒരു 9000 രൂപ 10000 രൂപ വരെ നമ്മുടെ കണക്കനുസരിച്ച് നോക്കിയാൽ ഒരു 12000 രൂപ വരെ ഉള്ളത് അവർക്ക് മാസം അവരുടെ അക്കൗണ്ടിൽ, ബാങ്ക് അക്കൗണ്ടിൽ ചെല്ലും. ഇതിന് പോയി കൈ നീട്ടേണ്ടതായിട്ടോ ഇതിന് കുടിശ്ശികയെന്നോ ഒന്നും പറയുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് 4% അവരുടെ ക്ഷാമബത്ത ഒരു കുടിശ്ശിക കൊടുത്തിട്ടുണ്ട്. ക്ഷാമബത്ത കുടിശ്ശിക 37%, 27% മറ്റോ ആയിരുന്നു കുടിശ്ശിക ഉള്ളത് എന്നാണ് എൻ്റെ ഓർമ്മ. അത് ഇതിൻ്റെ കുടിശ്ശിക ഇനിയും കൊടുക്കാനുള്ളത് 21% ഏതാണ്ടുണ്ട്. 21 31 കുടിശ്ശിക ഞാൻ മറന്നുപോയി. ഏതായാലും അത്രയും ശതമാനം കുടിശ്ശിക കൊടുക്കാനുണ്ട് അവർക്ക്. അതെന്ന് കൊടുക്കും എന്നുള്ളതൊന്നുമില്ല. പക്ഷേ ഈ 4% അങ്ങ് അനുവദിച്ചു. നേരത്തെ പണ്ടേ കിട്ടേണ്ട കുടിശ്ശികയാണ്, അതാണ് ഈ അനുവദിക്കുന്നത്.